ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ഈ ആപ്പിൾ വില്ലേജിൽ 2 വീട് ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള 3 വീടും കൂടി ഉണ്ടാക്കലാണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഒരെണ്ണം ഞാൻ ഇവിടെ ഉണ്ടാക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഒരു എപ്പിസോഡിൽ ഒരു വീടും പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചെറിയ ഫാമാറ്റം ചെയ്യുന്നു. പക്ഷെ അത് ഇന്ന് ചെയ്യില്ല. അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് ഈ 3 വീട് ഒറ്റയിരിപ്പിനങ്ങ് ഉണ്ടാക്കി തീർക്കും. എന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റ് തന്നെ അങ്ങ് എൻഡ് ചെയ്യും. ഈ പ്രൊജക്റ്റ് കഴിയുമ്പോൾ ഇത് പ്രൊജക്റ്റാണ് ഞാൻ തുടങ്ങുന്നത് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ നോക്കി വെച്ചായിരുന്നല്ലോ. ഇവിടെ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ്. ഇത് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് നല്ല സംഭവമാണ്. ഇത് ഉണ്ടാക്കാനുള്ള ഐഡിയ എനിക്കുണ്ട്. ഞാൻ എവിടെയാന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എന്തായാലും ഈ 3 വീട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എങ്കിലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ വേഗം നോക്കിയിട്ട് ബാക്കിയുള്ള 3 ആപ്പിൾ ഹൗസും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ റിപ്ലൈ മോഡായിട്ട് കാണിക്കുന്നുണ്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു ഇത് രണ്ടും ഇങ്ങനെ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ആപ്പിൾ ഹൗസ് ക്യാൻസലായി. അത് ലേശം ബാക്കൗട്ട് ആക്കിയാലും പ്രശ്നമാണ്. നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് മറയും. അപ്പം ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാക്കുന്നില്ല. അതിന് പകരം ഇത് ഇവിടെയാണ് അടുത്ത് ഉണ്ടാക്കുന്നത്. അതൊന്ന് ഇടയ്ക്ക് വെച്ച് പറയാൻ വേണ്ടി മാത്രം വന്നാണ്. എന്തായാലും നിങ്ങൾ പോയി ബാക്കി കണ്ടോ. ഞാൻ എൻ്റെ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 4 ഹൗസ് ഉണ്ട്, 5 എണ്ണം ഇല്ല. പിന്നെ ഇടയ്ക്ക് റീപ്ലേ മോഡ് ഞാൻ പോസ് ചെയ്തിട്ട് അൺപോസ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ബാക്കി ഞാൻ മിക്കവാറും റീപ്ലേ മോഡിന് ഒരു ടൈം ലാപ്സ് ആയിട്ടുണ്ടാവില്ല. ഇതവിടെ കുറച്ച് ഒരു ഏരിയ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഓക്ക് പ്ലാന്റ് ചെയ്തിട്ട് ഇതിവിടെ ബോൺമിൽ വെച്ച് ഇങ്ങനെ വലുതാക്കിയ വളരേണ്ടതാണല്ലോ. വളരുന്നില്ലല്ലോ. വളർന്ന്. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടി ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ട് വെക്കാം. അതിനെ വേണ്ടിയിട്ട് ഞാനൊരു സാപ്ലിങ് എടുക്കട്ടെ. ഓക്കെ, ഒരെണ്ണം കൂടി കിട്ടി. ഇതും കൂടി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വളർന്നല്ലോ. അപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒന്ന് പറന്ന് നോക്കാം. കുഴപ്പമില്ലാണ്ട് തന്നെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സൈഡിലപ്പോൾ ഒരു ബിൽഡായിട്ടുണ്ട്. അത് 1 അല്ല 4 ബിൽഡുണ്ട്. ഇനിയിപ്പോൾ നേരെ പറന്നൊന്ന് പ്രൊജക്റ്റ് ഐഡിയാസിലോട്ടൊന്ന് പോയിട്ട് ഇവിടെ നിന്ന് ആപ്പിൾ വില്ലേജ് അങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പണി ഉണ്ടാവും നോക്കാം ഇന്ന് ചെയ്യാൻ തന്നെ. ഇത് ഇംപ്രൂവ് ഹൗസ് മീൻസ് ഞാൻ എന്താ പറഞ്ഞുതരാം. ഞാൻ പിന്നെ വലിച്ചു നീട്ടി എഴുതാൻ സൈൻ ബോർഡിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് ഇംപ്രൂവ് ഹൗസ് എന്ന്. അതിനുവേണ്ടി ഒന്ന് ബേസിലോട്ട് പോകേണ്ടി വരും. എന്നിട്ട് ഞാൻ അത് അവിടെ നിന്ന് കാണിച്ചു തരാം എന്താ സംഭവം തന്നെ. ഞാനിങ്ങനെ ഫാം ബിൽഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് രാത്രി ആകുമ്പോൾ ബേസിലോട്ട് വരുമ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടെയാണ് വരാറ്. അപ്പോൾ അതിന് പകരം എനിക്ക് പറന്ന് തന്നെ നേരെ കണ്ട എൻ്റെ ബെഡ്റൂമിലോട്ട് എത്താൻ പറ്റും. അവിടെ നിന്ന് ഉറങ്ങുകയും ചെയ്യാം. പിന്നെ ഈ താഴെ ഫ്ലോറിൽ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ചെസ്റ്റ് റൂമിലും പിന്നെ ഇവിടെയാണ് എനിക്ക് മെയിൻ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇത് കിടക്കാനും സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് നേരെ അതിൽ കൂടെ ഇതിൽ കൂടി ഇങ്ങോട്ട് ലാൻഡ് ആവാനും ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ ചാടി പറന്നു പോകാനും വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇംപ്രൂവ് ഹൗസിന്. അതിനുവേണ്ടി ആ പെയിൻറ്റിങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇങ്ങനെ കയറാമല്ലോ. എൻ്റെ ഇതിവിടെ ഈ ഇൻവെൻറ്ററി ഒന്ന് മൊത്തം ഈ ഗ്രേ ബാഗിലോട്ടൊന്ന് ക്ലിയർ ആക്കി വെക്കട്ടെ. ഇത് മൊത്തം ഇങ്ങോട്ട് വെക്കാം. ഇൻവെൻറ്ററി മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ലാണ്ട് വേണം എടുക്കാം. ഇത് മൊത്തം ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഇട്ടാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടി സ്ലാബ് ഉണ്ടല്ലോ. സ്ലാബില്ല, ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് വുഡ് എടുത്തിട്ടുണ്ട്. പ്ലാങ്ക് അതെ സ്ലാബുണ്ട്. ഇതെടുത്തിട്ട് ഇങ്ങനെ നമുക്കൊരു റൂഫ് ടോപ്പ് പോലെ ഇങ്ങനെ വെക്കാം. 2 എണ്ണം ഒന്നിവിടെ 2 എണ്ണം. ഓക്കെ, അത് റെഡി. ഇതൊന്ന് വലുതാക്കിയാൽ കുഴപ്പമില്ല. ഈ അടിയത്തെ സ്റ്റെയർ പൊട്ടിച്ചാറ്റിട്ട് ഇവിടെ ഫെൻസ് ഗേറ്റ് അല്ല ഫെൻസ് വെച്ചാലോ ഇപ്പോൾ സെറ്റാവും. ഇതിൻ്റെ ബാക്കിൽ ഈ സ്പ്രൂസ് സ്ട്രിപ്പ് ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇപ്പുറത്തും വെക്കാം. ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു ഫെൻസ് ഗേറ്റും കൂടി അല്ല, ഗേറ്റ് അല്ലല്ലോ, എന്തായാലും ഫെൻസും കൂടി വെച്ചാൽ മതിയാവും. ഫെൻസ് എടുത്തിട്ട് ഒന്നിവിടെയും വെച്ചാൽ കുഴപ്പമില്ല, രസമുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പറന്ന് നോക്കണം ഇതിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഞാൻ ചാടിനെ അടിയത്തെ ബ്ലോക്ക് കളയാം. ഇത് വേണ്ട. ഇതും കൂടെ ഉള്ളപ്പോൾ എന്തോ ഒരു ചാടിയിട്ട് പോകുമ്പോൾ ഇച്ചിരി ഇതുപോലെ
ഇപ്പോൾ ഇവിടെ 2 സ്ലാബും കൂടി വെച്ചാൽ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഓപ്പൺ ആയിട്ടിക്കാണ്ട് ഒരു ചെറിയ ഹൈറ്റ് കിട്ടും. ഒരു സ്ലാബും കൂടെ ഉണ്ടോ, ഞാൻ ഉണ്ടാക്കി തരാം. അതെ, ഇതും കൂടി ഇവിടെ വെച്ചാൽ അതങ്ങ് റെഡി. ഇനിയിപ്പോൾ ഇതിൽ കൂടെ ചാടി പറക്കാനും പറ്റും, തിരിച്ച് കയറാനും പറ്റും. ഇന്ന് രാവിലെ ആക്കിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് 2 സ്റ്റെയർ എടുത്ത്, ഇവിടെ സ്റ്റെയർ ഉണ്ടോ? സ്റ്റെയർ ഉണ്ട്. ഇതെടുത്ത് ഇപ്പുറത്തും കൂടി വെച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഇച്ചിരി കൂടി ലുക്കായില്ലേ. ഇപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പറന്നു പോവാ. ഇനിയിപ്പോൾ ആണെങ്കിൽ തിരിച്ചും ഇങ്ങനെ കയറാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോയി അവിടെ കറക്റ്റ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീഡ് ലേശം കുറഞ്ഞ് കൂടി വേണമെങ്കിൽ സ്പീഡിൽ വരാം. താന്നു പോയി, രസം ഉണ്ടാവില്ല. കറക്റ്റ് ഹോളിൽ കൂടെ തന്നെ പോകണം. ഒന്നുകൂടി സ്പീഡ് തൊട്ട്. ഓക്കെ, ഇപ്പോൾ സ്പീഡായി. ഓക്കെ, കയറി കറക്റ്റ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് കിടക്കുക, എൻ്റെ തിരിച്ചു പോവാം. ഇനിയിപ്പോൾ എന്തായാലും ചെസ്റ്റിൽ നിന്ന് എടുക്കാണ്ട് താഴെ പോവാം, ചെസ്റ്റിൽ ലൂട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ.